യിരെമ്യാവ് എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ ഉയർത്തും എന്നാണ്. ഒന്നാമതായി ലിബ്നക്കാരനായ യിരെമ്യാവിനെക്കുറിച്ച് 2 രാജാക്കന്മാർ 23:31 24:18 യിരെമ്യാവ് 52:1 പറയുന്നുണ്ട്. യോശിയ രാജാവിൻ്റെ ഭാര്യയും യെഹോവാഹാസ്, സിദക്കിയാവ് എന്നീ രാജാക്കന്മാരുടെ അമ്മയുമായ ഹമ്മുത്തലിൻ്റെ അപ്പൻ. രണ്ടാമതായിട്ട് മനശ്ശെയുടെ പാതി ഗോത്രക്കാരിൽ ഒരു പിതൃ കുടുംബത്തലവൻ. 1 ദിനവൃത്താന്തം 5:24. 3 സിക്ലാഗിൽ വെച്ച് ദാവീദിനോട് ചേർന്ന ബെന്യാമീന്യനായ ഒരു വീരൻ. 1 ദിനവൃത്താന്തം 12:4. നാലാമതായിട്ടും അഞ്ചാമതായിട്ടും പറഞ്ഞിരിക്കുന്നത് ശൗലിനെ ഭയന്ന് ദാവീദ് ഒളിച്ചു പാർത്തിരുന്ന കാലത്ത് അവൻ്റെ അടുക്കൽ വന്ന 2 ഗാദ്യ പോരാളികൾ. 1 ദിനവൃത്താന്തം 12-ാം 10-13 വാക്യങ്ങൾ. ആറാമതായിട്ട് നെഹമ്യാവിനോടൊപ്പം നിയമം മുദ്രയിട്ടവരിൽ ഒരു പുരോഹിതൻ. നെഹമ്യാവ് 10:3. ഏഴാമതായിട്ട് ശെയൽത്തീയേലിൻ്റെ മകനായ സെരുബ്ബാബേലിനോടും യേശുവയോടും കൂടെ വന്ന പുരോഹിതരും ലേവ്യരും ആയവരിൽ ഒരാൾ. നെഹമ്യാവ് 12:1. നെഹമ്യാവ് 12:12 പറഞ്ഞിട്ടുള്ള യിരെമ്യാ കുലം ഇയാളുടെ കുലമായിരിക്കണം. എട്ടാമതായിട്ട് ഹബസിന്യാവിൻ്റെ മകനും യയസന്യാവിൻ്റെ പിതാവും. ഇയാൾ രേഖാബ്യനാണ്. വീഞ്ഞു കുടിക്കുകയില്ല എന്ന പ്രതിജ്ഞ രേഖാബ്യർ പാലിക്കുന്നുണ്ടോ എന്നറിയാൻ വീഞ്ഞിൻ്റെ വാഗ്ദാനത്താൽ പരീക്ഷിക്കപ്പെട്ട ഒരു രേഖാബ്യനാണ് യയസന്യാവ്. യിരെമ്യാവ് 35:3. ഒൻപതാമതായിട്ട് വലിയ പ്രവാചകന്മാരിൽ രണ്ടാമൻ. എബ്രായ ചരിത്രത്തിൽ കടുത്ത പ്രതിസന്ധിയുടെ കാലത്തായിരുന്നു യിരെമ്യാവിൻ്റെ പ്രവാചക ശുശ്രൂഷ. യെരുശലേമിന് 3 കിലോമീറ്റർ വടക്ക് കിഴക്കുള്ള അനാഥോത്ത് എന്ന പട്ടണത്തിൽ ഏതാണ്ട് BC 640 യിരെമ്യാവ് ജനിച്ചു. പുരോഹിത കുലത്തിലായിരുന്നു ജനനം. അബ്യാഥാർ പുരോഹിതൻ്റെ അനന്തരഗാമിയായിരിക്കണം യിരെമ്യാവിൻ്റെ പിതാവായ ഹിൽക്കിയാവ്. 1 രാജാക്കന്മാർ 2:26. പ്രവാചകൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് വ്യക്തമായ അറിവില്ല. ന്യായപ്രമാണത്തിൻ്റെ അഥവാ തോറയുടെ പാരമ്പര്യത്തിൽ വളർന്ന പ്രവാചകനിൽ 8-ാം നൂറ്റാണ്ടിലെ പ്രവാചകന്മാരുടെ സ്വാധീനം വ്യക്തമായി പ്രതിഫലിച്ചിട്ടുണ്ട്. 40 വർഷത്തെ ദീർഘമായ ശുശ്രൂഷ യോശിയാവ്, യെഹോവാഹാസ്, യെഹോയാക്കീൻ, സിദക്കിയാവ് എന്നീ 5 രാജാക്കന്മാരുടെ കാലത്തായിരുന്നു. യോശിയ രാജാവിൻ്റെ വാഴ്ചയുടെ 13-ാം വർഷത്തിൽ BC 626 യഹോവ യിരെമ്യാവിനെ പ്രവാചകനായി വിളിച്ചു. അശൂർ രാജാക്കന്മാരിൽ പ്രസിദ്ധനായ അശൂർ ബാനിപ്പാളിൻ്റെ മരണവർഷമായിരുന്നു അത്. അശൂർ സാമ്രാജ്യത്തിൻ്റെ നാശം ബാബിലോണിൻ്റെയും ഈജിപ്തിൻ്റെയും പ്രാബല്യത്തിന് വഴിയൊരുക്കുകയും അവർ തമ്മിലുള്ള നേതൃത്വ മത്സരത്തിനും സ്പർദ്ധയ്ക്കും കാരണമാവുകയും ചെയ്തു. നെബൂഖദ്നേസർ രാജാവിൻ്റെ പിതാവായ നെബൂപ്പലാസർ 626 BCക്കും 605 BCക്കുമിടയിൽ ബാബിലോണിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഈജിപ്റ്റ് സാമെറ്റിക്കസിൻ്റെ കീഴിൽ പുനർജീവൻ പ്രാപിച്ചു 664 610 BCക്കുമിടയിൽ. ഇവ രണ്ടും യഹൂദയുടെ ചരിത്രത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തി. പ്രതിസന്ധി നിറഞ്ഞ ഈ കാലത്താണ് യഹൂദ ജനത്തെ ഭത്സിക്കുവാനും താക്കീത് ചെയ്യുവാനും ആശ്വസിപ്പിക്കുവാനും ഗുണദൂഷിക്കുവാനും വേണ്ടി യിരെമ്യാവ് വിളിക്കപ്പെട്ടത്. ദൈവവിളി ലഭിച്ചപ്പോൾ യിരെമ്യാവ് ബാലനായിരുന്നു. വ്യക്തിപരവും ആത്മീകവും സാമൂഹികവുമായ തൻ്റെ അപക്വാവസ്ഥയെ യിരെമ്യാവ് ദൈവത്തോട് ഏറ്റുപറഞ്ഞു. അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ. യിരെമ്യാവ് 1:6. പഴയ നിയമകാലത്ത് 20 വയസ്സിനു മേലോട്ടുള്ളവരാണ് ദൈവിക ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെടുന്നത്. സംഖ്യ 8:24. 1 ദിനവൃത്താന്തം 23:24. തൻ്റെ ശുശ്രൂഷയുടെ ആദ്യഘട്ടത്തിൽ യിരെമ്യാവ് സ്വജനത്തിൻ്റെ മതപരമായ ദോഷങ്ങളെ അപലപിക്കുകയും വടക്ക് നിന്നുള്ള ആസന്നമായ ആക്രമണത്തെ വിളിച്ചറിയിക്കുകയും ചെയ്തു. വടക്ക് നിന്നുള്ള ആക്രമണം ഏതാണെന്നത് വിവാദഗ്രസ്തമായ വിഷയമാണ്. അവർ സിത്തിയന്മാരാണെന്നും അലക്സാണ്ടർ ചക്രവർത്തിയാണെന്നും BC 612 നിനവെ നശിപ്പിച്ച കൽദയരും മേദ്യരുമാണെന്നും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. യോശിയ രാജാവ് തൻ്റെ വാഴ്ചയുടെ 18-ാം വർഷത്തിൽ
BC 621 തികച്ചും വ്യവസ്ഥിതമായ രീതിയിൽ മത നവീകരണം ആരംഭിച്ചു. 2 രാജാക്കന്മാർ 23:3. അപ്പോഴേക്കും യിരെമ്യാവ് പ്രവാചക ശുശ്രൂഷ ആരംഭിച്ച് 5 വർഷം കഴിഞ്ഞിരുന്നു. ദൈവാലയത്തെ പുതുക്കുന്നതിനിടയിൽ കണ്ടെടുത്ത ഒരു ന്യായപ്രമാണ പുസ്തകമാണ് യോശിയാവിൻ്റെ നവീകരണത്തിന് പ്രേരകമായത്. ഈ കാലത്ത് യിരെമ്യാവ് പ്രവാചകൻ എന്ന നിലയിൽ പൊതുസമ്മതനായിരുന്നുവോ എന്നത് സംശയമാണ്. കാരണം ന്യായപ്രമാണ പുസ്തകത്തെക്കുറിച്ചുള്ള ദൈവിക അരുളപ്പാടിനു വേണ്ടി രാജാവ് ദൂതന്മാരെ അയച്ചത് ഹുൽദ പ്രവാചകിയുടെ അടുക്കലാണ്. 2 രാജാക്കന്മാർ 22:14. ഏറെ താമസിയാതെ ഈ നിയമത്തിൻ്റെ വചനങ്ങൾ യെരുശലേം നിവാസികളോട് അറിയിക്കുവാൻ യഹോവ യിരെമ്യാവിനോട് അരുൾ ചെയ്തു. യോശിയാവിൻ്റെ നവീകരണത്തിൽ പ്രവാചകൻ സന്തുഷ്ടനായിരുന്നു. യിരെമ്യാവ് 11:1-8 വരെ. എന്നാൽ യോശിയ രാജാവിൻ്റെ വാഴ്ചയുടെ ഒടുവിലത്തെ ദശകത്തെക്കുറിച്ച് കൂടുതൽ പരാമർശങ്ങളൊന്നും യിരെമ്യാവിൻ്റെ പ്രവചനത്തിലില്ല. രാജാവിൻ്റെ മരണത്തിന് 8 വർഷം മുമ്പ് ബാബിലോന്യരും മേദ്യരും അശൂരിനെ നശിപ്പിച്ചു തുടങ്ങി. BC 612 നിനവെ തകർന്നു. അശൂരിൻ്റെ പതനത്തോടുകൂടി സാമ്മറ്റിക്കസിൻ്റെ അനന്തരഗാമിയായ ഭറവോൻ നെഖോ 610 മുതൽ 594 BC വരെ പലസ്തീൻ്റെ തീരപ്രദേശങ്ങളിലേക്ക് മുന്നേറി. മെഗിദ്ദോയിൽ വെച്ച് നെഖോയെ തടയുന്നതിന് യോശിയാവ് ശ്രമിച്ചു. ഈ യുദ്ധത്തിൽ BC 609 യോശിയാവ് വധിക്കപ്പെട്ടു. 2 രാജാക്കന്മാർ 23:29. യോശിയാവിൻ്റെ അകാല മരണത്തിൽ സ്വാഭാവികമായും യിരെമ്യാവ് വിലപിച്ചു. 22:10. യോശിയാവിൻ്റെ മരണശേഷം പുത്രനായ യഹോവാഹാസ് രാജാവായി. അദ്ദേഹം 3 മാസം ഭരിച്ചു. ജനങ്ങളിൽ ഭാരിച്ച നികുതി ചുമത്തി. 2 രാജാക്കന്മാർ 23:31 മുതൽ 33 വരെ. 3 മാസത്തിനു ശേഷം ഭറവോൻ നെഖോ യഹോവാഹാസിനെ സിംഹാസന ഭ്രഷ്ടനാക്കി പകരം അവൻ്റെ ജ്യേഷ്ഠനായ യഹോയാക്കീമിനെ രാജാവാക്കി. യഹോവാഹാസ് മിസ്രൈമിലേക്ക് ബദ്ധനായി പോകേണ്ടി വന്നതിൽ യിരെമ്യാവ് ദുഃഖിച്ചു. 22:10 മുതൽ 12 വരെ. യഹോയാക്കീമിൻ്റെ, അതായത് 609 മുതൽ 597 BC വരെ ആ വാഴ്ചക്കാലത്തെ യിരെമ്യാവിൻ്റെ സ്ഥിതി മോശമായി. യിരെമ്യാവ് 7-ാം അധ്യായം 1 മുതൽ 8-ാം അധ്യായം 12 വരെ. ദൈവാലയത്തെ ദൈവം നശിപ്പിക്കുമെന്നും യഹൂദാ ജനത്തെ യഹോവ ഉപേക്ഷിക്കുമെന്നും പ്രവചിച്ചതുകൊണ്ട് ജനമിളകി പ്രവാചകനെ കൊല്ലാനൊരുങ്ങി. യഹോയാക്കീമിൻ്റെ കാലത്തുണ്ടായ പ്രധാന സംഭവമാണ് കർക്കമീശ് യുദ്ധം. BC 605 ഭറവോൻ നെഖോ സൈന്യവുമായി യൂഫ്രട്ടീസ് തീരത്തേക്ക് മുന്നേറി. അവനോട് യുദ്ധം ചെയ്യേണ്ടതിന് നെബോപലാസർ പുത്രനായ നെബുക്കദ്നേസറിനെ നിയോഗിച്ചു. കർക്കമീശിൽ വെച്ച് നടന്ന നിർണായക യുദ്ധത്തിൽ ഈജിപ്റ്റ് പരാജയപ്പെടുകയും മധ്യ പൗരസ്ത്യ ദേശത്തിൻ്റെ നേതൃത്വം ബാബിലോണിൻ്റെ കൈകളിൽ അമരുകയും ചെയ്തു. ഈജിപ്റ്റിലേക്കുള്ള പാതകളെല്ലാം ബാബിലോണിൻ്റെ നിയന്ത്രണത്തിലായി. ഈ അന്തർദേശീയ അധികാര മത്സരത്തിൽ യഹൂദയുടെ അപകട സാധ്യതകൾ യിരെമ്യാവ് മനസ്സിലാക്കി. യഹൂദ ഈജിപ്റ്റിനോട് സഖ്യം ചെയ്യുകയും ഈജിപ്റ്റ് പരാജയപ്പെടുകയും ചെയ്താൽ അതിൻ്റെ തിക്തഫലം യഹൂദ അനുഭവിക്കും. ബാബിലോന്യർ യഹൂദയെ കീഴടക്കി ഈജിപ്റ്റിനെ ആക്രമിക്കാനുള്ള താവളമാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. നെബുക്കദ്നേസർ യഹൂദയെ ശൂന്യമാക്കുമെന്ന് യിരെമ്യാവ് പ്രവചിച്ചു. 25:9. തന്മൂലം ബാബേലിന് കീഴടങ്ങിയിരിക്കുകയാണ് നാശത്തിൽ നിന്നുള്ള ഒരേ ഒരു പോംവഴിയെന്ന് അദ്ദേഹം ഉപദേശിച്ചു. യിരെമ്യാവിൻ്റെ പ്രവചനങ്ങൾക്കെതിരായിരുന്നു യഹോയാക്കീമിൻ്റെ നയതന്ത്രം. അവൻ്റെ സ്വാർത്ഥതയും അഹങ്കാരവും യഹൂദയെ നാശത്തിലേക്ക് നയിച്ചു. യിരെമ്യാ പ്രവചനം 22:13 മുതൽ 19 വരെ. 3 വർഷം യഹോയാക്കീം സാമന്തനായി ഇരുന്ന ശേഷം നെബുക്കദ്നേസറിനോട് മത്സരിച്ചു. 2 രാജാക്കന്മാർ 24:1. അത് യിരെമ്യാവിൻ്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ടായിരുന്നു. തൽഫലമായി കൽദയ സൈന്യം BC 597 യഹൂദ ആക്രമിച്ചു. ഇതായിരുന്നു യെരുശലേമിൻ്റെ മേലുള്ള 1ാമത്തെ ആക്രമണം. പട്ടണം പിടിക്കുന്നതിന് തൊട്ട് മുമ്പായി യഹോയാക്കീം മരിച്ചു. രാജാവിനെയും പ്രവാചകന്മാരെയും യിരെമ്യാവ് കഠിനമായി ഭത്സിച്ചു. കൽദയരോട് ആഭിമുഖ്യമുള്ള കക്ഷിയുടെ വക്താവായിട്ടാണ് യിരെമ്യാവ് കാണപ്പെട്ടത്. രക്ഷയ്ക്കുള്ള ഏകമാർഗം കൽദയർക്ക് വിധേയപ്പെടുകയാണെന്ന് പ്രവാചകൻ വ്യക്തമാക്കി.
തന്മൂലം അദ്ദേഹം ദേശദ്രോഹിയായി മുദ്രയടിക്കപ്പെട്ടു. പ്രവാചകന്മാരും പുരോഹിതന്മാരും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി യെരമ്യാവിനെതിരെ ഗൂഢാലോചന നടത്തുകയും അദ്ദേഹത്തെ പീഡിപ്പിക്കുകയും തടവിലാക്കുകയും വധശിക്ഷ നൽകാൻ അധികാരികളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. 12:6, 15:15 മുതൽ 18 വരെ, 20:2, 26 അധ്യായം. യെഹോയാക്കീമിൻ്റെ 4-ാം വർഷത്തിൽ പ്രവചനങ്ങളെ രേഖപ്പെടുത്തുവാൻ അരുളപ്പാട് ലഭിച്ചു. ബാരൂക്കിനെ കൊണ്ട് പ്രവചനങ്ങൾ എഴുതിപ്പിച്ച് ഉപവാസ ദിവസത്തിൽ പരസ്യമായി വായിപ്പിച്ചു. പ്രഭുക്കന്മാരുടെ മുമ്പിൽ ബാരൂക്കിനെ വരുത്തി തങ്ങൾ ഈ ചുരുൾ രാജാവിനെ വായിച്ചു കേൾപ്പിച്ച് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താമെന്ന് അവർ ഏറ്റു. അതുവരെ ബാരൂക്കിനെയും പ്രവാചകനെയും ഒളിവിൽ കഴിയാൻ അവർ ഉപദേശിച്ചു. എന്നാൽ ചുരുളിൻ്റെ 3/4 ഭാഗം വായിച്ചു കഴിഞ്ഞപ്പോൾ യെഹോയാക്കീം രാജാവ് ചുരുളിനെ നശിപ്പിച്ചു കളഞ്ഞു. ബാരൂക്കിനെയും യിരെമ്യാവിനെയും പിടിച്ചു ബന്ധിക്കുന്നതിന് രാജാവ് കൽപ്പന കൊടുത്തു. എന്നാൽ യഹോവ അവരെ ഒളിപ്പിച്ചു. യഹോവയുടെ കൽപ്പനപ്രകാരം ചുരുൾ വീണ്ടും എഴുതുകയും അതുപോലുള്ള പ്രവചനങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. 36:22. പശൂർ പുരോഹിതൻ യിരെമ്യാവിനെ അടിച്ചത് ഈ കാലത്താണ്. 20:2. ഈ നിരാശാപൂർണമായ ചുറ്റുപാടുകളിലും യഹൂദയ്ക്കു വേണ്ടി പക്ഷപാതം ചെയ്യുകയും ദൈവാലയത്തിൻ്റെയും രാജ്യത്തിൻ്റെയും നാശത്തെപ്പറ്റി പ്രവചിക്കുകയും സ്വജനത്തിൻ്റെ വിധിയെപ്പറ്റി വിലപിക്കുകയും ചെയ്തുകൊണ്ട് പ്രവാചകൻ തൻ്റെ ദൗത്യത്തിൽ ഉറച്ചുനിന്നു. നെബൂഖദ്നേസർ യെഹോയാക്കീമിനെ ചങ്ങലകളാൽ ബന്ധിച്ച് ബാബേലിലേക്ക് കൊണ്ടുപോയി. 2 ദിനവൃത്താന്തം 36:6. യെഹോയാക്കീമിന് ശേഷം പുത്രനായ യെഹോയാഖീൻ BC 597 രാജാവായി. 18 വയസ്സുള്ള യുവ രാജകുമാരൻ 3 മാസം രാജ്യം ഭരിച്ചു. 2 രാജാക്കന്മാർ 24:8. യഹൂദയിലെ പ്രഭുകുടുംബങ്ങളിൽപ്പെട്ടവരോടൊപ്പം രാജാവും ബാബേലിലേക്ക് നാടുകടത്തപ്പെട്ടു. 2 രാജാക്കന്മാർ 24 അധ്യായം 10 മുതൽ 18 വരെ. പ്രസ്തുത സംഭവവും യിരെമ്യാവ് പ്രവചിച്ചിരുന്നു. 22:24 മുതൽ 30 വരെ. 36 വർഷത്തിനു ശേഷം നെബൂഖദ്നേസറിന്റെ പിൻഗാമിയായ യെവിൽ മെരേദോക്ക് അവനെ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിച്ചു. 2 രാജാക്കന്മാർ 25 അധ്യായം 27 മുതൽ 30 വരെ. BC 597 ആക്രമണത്തിനു ശേഷം നെബൂഖദ്നേസർ യോശിയാവിൻ്റെ മകനും യെഹോയാക്കീൻ്റെ ചിറ്റപ്പനുമായ സിദക്കിയാവെ രാജാവാക്കി. യെരമ്യാ പ്രവചനം 1:3. 2 രാജാക്കന്മാർ 24:17, 2 ദിനവൃത്താന്തം 36:10. ഇദ്ദേഹത്തിൻ്റെ വാഴ്ചക്കാലത്താണ് യഹൂദയുടെ അന്ത്യം ഭവിച്ചത്. 597 മുതൽ 587 BC വരെ. യഹൂദയിൽ പ്രബലമായി തീർന്ന മിസ്രയീമ്യാഭിമുഖ്യമുള്ള കക്ഷിയുമായി ചേർന്ന് സിദക്കിയാവ് ബാബേലിനോട് മത്സരിച്ചു. പ്രവാചകന്റെ താക്കീതുകൾ രാജാവ് കൈക്കൊണ്ടില്ല. കള്ളപ്രവാചകന്മാർ യിരെമ്യാവിനെ കൊല്ലുവാൻ അന്വേഷിച്ചു. 28 അധ്യായം 1 മുതൽ 29 അധ്യായത്തിൻ്റെ 24 വരെ വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. ബാബേൽ പ്രവാസകാലം 70 വർഷമെന്ന് യിരെമ്യാവും വെറും 2 വർഷമെന്ന് കള്ളപ്രവാചകന്മാരും പ്രവചിച്ചതായിരുന്നു കാരണം. BC 587 കൽദയ സൈന്യം പലസ്തീനിൽ ഇരച്ചു കയറി. യിരെമ്യാവ് പ്രവചിച്ചതുപോലെ പട്ടണങ്ങൾ അയാളുടെ മുമ്പിൽ താളടിയായി. ബാബേലിന് കീഴടങ്ങുവാൻ യിരെമ്യാവ് സിദക്കിയാവിനെ ഉപദേശിച്ചു. രാജാവ് അത് നിരസിച്ചപ്പോൾ പ്രവാചകൻ പട്ടണം വിട്ടുപോകുവാൻ ശ്രമിച്ചു. ശത്രുവിൻ്റെ മുൻപിൽ പട്ടണം ഉപേക്ഷിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് യിരെമ്യാവിനെ കാരാഗൃഹത്തിലടച്ചു. നെബൂഖദ്നേസറിന്റെ സൈന്യം യെരൂശലേമിനെ നിരോധിച്ചു. ദൈവാലയം കൊള്ളയടിക്കുകയും യഹൂദയെ ശൂന്യമാക്കുകയും ചെയ്തു. സിദക്കിയാവിൻ്റെ ദൗർബല്യം കാരണം യെരമ്യാവിൻ്റെ ശത്രുക്കൾ അദ്ദേഹത്തെ ക്രൂരമായി പീഡിപ്പിച്ചു. എബ്രായ അടിമകൾക്ക് വിമോചനം പ്രസിദ്ധമാക്കിയ ശേഷം അതിന് വിപരീതമായി പ്രവർത്തിച്ചവർക്ക് ഭയങ്കരമായ ന്യായവിധി ഉണ്ടാകുമെന്ന് യിരെമ്യാവ് മുന്നറിയിച്ചു. 34 അധ്യായം 8 മുതൽ 22 വരെ. ശത്രുക്കൾ അദ്ദേഹത്തെ തടങ്കലിലാക്കി നിലവറയിൽ പാർപ്പിച്ചു. 37:11 മുതൽ 16 വരെ. പിന്നീട് കാവൽപുരമുറ്റത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു. 37:17 മുതൽ 21 വരെ. രാജദ്രോഹ കുറ്റം ചുമത്തി കുഴിയിലിട്ട് കളഞ്ഞു. എന്നാൽ ഏബത് മേലേക്കിൻ്റെ ഇടപെടൽ നിമിത്തം കാവൽപുരമുറ്റത്തു പാർത്തു. 38:1 മുതൽ 28 വരെ. അവിടെ വെച്ച് രാജാവ് പ്രവാചകനുമായി രഹസ്യമായി ഇടപെട്ടു. യെരൂശലേം ആക്രമണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ യിരെമ്യാവ് അനാഥോത്തിൽ തൻ്റെ ഇളയപ്പൻ്റെ മകൻ്റെ നിലം വാങ്ങി.
യെരുശലേമിൻ്റെ പുനഃസ്ഥാപനത്തിൻ്റെ ഉറപ്പ് നൽകുന്ന ഒരു പ്രതീകാത്മക പ്രവൃത്തിയായിരുന്നു അത്. 32 മുതൽ 15 വരെ. അപ്പോഴും വീണ്ടെടുപ്പിൻ്റെ വാഗ്ദാനങ്ങൾ അദ്ദേഹം നൽകി. 32 മുതൽ 44 വരെയും 33 മുതൽ 26 വരെയും ക്രിസ്തുവിൽ നിറവേറേണ്ടിയിരുന്ന പുതിയ ഉടമ്പടിയെക്കുറിച്ചും അദ്ദേഹം മുന്നറിയിച്ചു. 31 31 നെബൂഖദ്നേസർ യെരമ്യാവിനോട് കരുണ കാണിച്ചു. യഹൂദയിലെ ഗവർണറായി നെബൂഖദ്നേസർ ഗദല്യാവിനെ നിയമിച്ചു. യിരെമ്യാവ് മിസ്പയിൽ ചെന്ന് ഗദല്യാവിൻ്റെ അടുക്കൽ അഭയം തേടി. 41 മുതൽ 6 വരെ. ഏറെ താമസിയാതെ ഗദല്യാവ് വധിക്കപ്പെട്ടു. 41 ബാബേൽ രാജാവിൻ്റെ പ്രതികാരം ഭയന്ന് മിസ്പയിൽ ശേഷിച്ചവർ മിസ്രയീമിലേക്ക് പലായനം ചെയ്തു. 42 മുതൽ 43 വരെ. യിരെമ്യാവിനെയും ബാരൂക്കിനെയും അവർ കൂടെ കൊണ്ടുപോയി. ഈജിപ്തിലെ തഹ്പനേസിലും അദ്ദേഹം പ്രവാചക ദൗത്യം തുടർന്നു. നെബൂഖദ്നേസർ ഈജിപ്റ്റ് കീഴടക്കുമെന്ന് അദ്ദേഹം പ്രവചിച്ചു. 43 മുതൽ 13 വരെ. തഹ്പനേസിലെ യഹൂദന്മാർ യിരെമ്യാവിനെ കല്ലെറിഞ്ഞു കൊന്നു എന്ന് ഒരു ക്രൈസ്തവ പാരമ്പര്യമുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തി യിരെമ്യാവിൻ്റെ അസ്ഥികളെ അലക്സാണ്ട്രിയയിലേക്ക് കൊണ്ടുവന്നു എന്നൊരു മറ്റൊരു പാരമ്പര്യം കൂടി പറഞ്ഞുവരുന്നു. നെബൂഖദ്നേസർ ഈജിപ്റ്റ് ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ബാരൂക്കിനോടൊപ്പം യിരെമ്യാവ് ബാബിലോണിലേക്ക് രക്ഷപ്പെട്ടുവെന്നും അവിടെ വെച്ച് മരിച്ചു എന്നും യഹൂദന്മാർ വിശ്വസിക്കുന്നു. എതിർപ്പുകളുടെയും കഷ്ടതകളുടെയും മധ്യത്തിൽ തെല്ലും സങ്കോചം കൂടാതെ പ്രവാചക ശുശ്രൂഷ വിശ്വസ്തയോടെ നിർവഹിച്ച വ്യക്തിയായിരുന്നു യിരെമ്യാവ്. യഹൂദയുടെ ചരിത്രത്തിൽ നാശത്തിൻ്റെ വക്താവായി മാറേണ്ട ദുര്യോഗമാണ് അദ്ദേഹത്തിനുണ്ടായത്. യോശിയാവിൻ്റെ നവീകരണ ശ്രമം താൽക്കാലികമായിരുന്നു. ആന്തരികമായ മാറ്റമുളവാക്കുവാൻ അതിന് കഴിഞ്ഞില്ല. തന്മൂലം തുടർന്നുണ്ടായ മതച്യുതിയിലും രാഷ്ട്രീയമായ അപഭ്രംശത്തിലും യിരെമ്യാവിൻ്റെ സന്ദേശം നിർമൂലനത്തിൻ്റേതും നാശത്തിൻ്റേതുമായി മാറി. 10-18 പ്രവാചകന്റെ ദീർഘമായ പ്രവാചക ശുശ്രൂഷയിൽ മുഴുവൻ മുഴങ്ങിക്കേട്ടത് ന്യായവിധിയുടെ സന്ദേശമാണ്. ദൈവത്തിൻ്റെ ദാസന്മാരെയും പ്രവാചകന്മാരെയും ചെവിക്കൊള്ളാത്ത ജനം യിരെമ്യാ പ്രവാചകന്റെ വാക്കുകളും കേട്ടില്ല. 7:25, 44:4 വിശ്വാസത്യാഗിയായ ജാതിക്ക് യഹോവ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരുന്നത് സംഭവിച്ചു. ആവർത്തനം 28:30 തങ്ങളുടെ ജീവനെ രക്ഷിക്കുവാൻ ബാബേലിന് കീഴടങ്ങുവാനുള്ള പ്രവാചക ദൂത് നിരസിക്കപ്പെട്ടു. സ്വന്തം രാജ്യത്തെയും ജനത്തെയും അളവറ്റ് സ്നേഹിച്ച പ്രവാചകൻ കുഴപ്പക്കാരനും രാജ്യദ്രോഹിയുമായി മുദ്രയടിക്കപ്പെട്ടു. ജനവും പ്രഭുക്കന്മാരും രാജാക്കന്മാരും അദ്ദേഹത്തെ കൊല്ലുവാൻ ശ്രമിച്ചു. അദ്ദേഹം അനുഭവിച്ച ദുഃഖം അഗാധവും അസഹ്യവുമായിരുന്നു. ഞാൻ അവൻ്റെ കോപത്തിൻ്റെ വടികൊണ്ട് കഷ്ടം കണ്ട പുരുഷനാകുന്നു. അവൻ എന്നെ വെളിച്ചത്തിലല്ല ഇരുട്ടിലത്രേ നടത്തിക്കൊണ്ടു പോന്നിരിക്കുന്നത്. വിലാപങ്ങൾ 3:1-2 മാനസിക സംഘർഷങ്ങളുടെയും ബാഹ്യപീഡനങ്ങളുടെയും മധ്യത്തിൽ ഭാര്യയുടെ പ്രോത്സാഹനവും സ്നേഹവും അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു. എന്നാൽ പ്രവാചകന് അത് നിഷേധിക്കപ്പെട്ടു. യെരുശലേമിൽ സാധാരണഗതിയിലുള്ള കുടുംബജീവിതം നഷ്ടപ്പെടുവാൻ പോകുന്നു എന്നതിന് അത് അടയാളമായിരുന്നു. 16:1-4 വരെ. എല്ലാ കഷ്ടതകളിലും യിരെമ്യാവിന് ആശ്രയവും ആശ്വാസവും ദൈവമായിരുന്നു. വിശ്വാസ സത്യങ്ങളിൽ അയവ് കാണിക്കാതെ, ആരുടെയും മുഖം നോക്കാതെ, രാഷ്ട്രീയവും മതപരവുമായ ശക്തികളെ ധിക്കരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ വിളംബരം ചെയ്തു. യെരമ്യാ പ്രവചനത്തിൽ ആത്മകഥാപരമായ ഭാഗങ്ങൾ അനേകമുണ്ട്. അതിലുള്ള ഏറ്റുപറച്ചിലുകളിൽ പ്രവാചകന്റെ വ്യക്തിത്വം വ്യക്തമായി കാണാം. ആത്മകഥാംശം നിറഞ്ഞു നിൽക്കുന്ന പ്രധാന ഭാഗങ്ങൾ ഇതൊക്കെയാണ്. 10-23-24, 11:18 മുതൽ 12:6 വരെ, 15:10 മുതൽ 21 വരെ, 17:9 മുതൽ 11 വരെ, 14 മുതൽ 18 വരെ, 18:18 മുതൽ 23 വരെ, 20 മുതൽ 18 വരെ. പഴയ നിയമം പരാജയപ്പെട്ടുവെങ്കിലും പുതിയതും മെച്ചവുമായ ഒരു പുതിയ നിയമം നൽകുമെന്ന പ്രവചനം യിരെമ്യാവ് നൽകി. 31 മുതൽ 34 വരെ.